ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. സുഖല്ലേ? അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ്. സോ ഞാൻ മാത്രല്ല, എൻ്റെ കൂടെ ഗോകുലും ഉണ്ട്. അപ്പോ ഇപ്പോ നിങ്ങൾ കാണാം, ഞങ്ങളിപ്പോ കാറിലാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല. നമ്മളെ വെഡിങ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ്. സോ ഇത് സർപ്രൈസ് ട്രിപ്പാണ് ഗോകുലിന്റെ വക. സോ കല്യാണത്തിന് മുന്നേ ബുക്ക് ചെയ്തിരുന്നോ ഇത്? കല്യാണത്തിന് മുന്നേ ഞാൻ പ്ലാൻ ചെയ്തു. ഓക്കെ. അപ്പം കല്യാണത്തിന് മുന്നേ ആശാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. പോകുന്ന വഴി അറിയാൻ പറ്റൂ. ആക്ച്വലി നാട്ടില് ഞങ്ങള് വന്നതാ, എന്റെ നാട്ടില് ഒരു കല്യാണത്തിന്. അപ്പൊ ഇപ്പൊ ഞങ്ങള് മൂവാറ്റുപുഴയാ ഉള്ളത്. മൂവാറ്റുപുഴയിൽ 3 മണിക്കൂറേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് മിക്കവർക്കും അറിയാം, സ്പോട്ട് എന്തായാലും അറിയാം. പക്ഷെ ഞാൻ സ്പോട്ട് നോക്കിയിട്ടല്ല, ആ ഒരു സ്ഥലം പറയാൻ പറ്റില്ല, ആ ഒരു പ്ലേസ് പറയാൻ പറ്റില്ല, ആ ഹോട്ടൽ ഓർ റിസോർട്ട് ഓർ വാട്ടെവർ, ആ ഒരു സ്ഥലമാണ് അവൻ നോക്കിയത്. അല്ലാതെ ഇപ്പം മൂന്നാറില് അവിടെ പോ അല്ലെങ്കിൽ ഇവിടെ പോ അങ്ങനെയല്ല. അവൻ ആ റിസോർട്ട് റിസോർട്ടാണോ എന്തോ ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. സോ അവൻ അത് ബുക്ക് ചെയ്തു. പക്ഷെ അതേത് സ്ഥലമാണെന്ന് വഴിയേ അറിയാം. പോകുമ്പോ കാണിച്ചു തരാം. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് പോകുന്നത്. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെക്കാളും ഞാൻ ഫസ്റ്റ് ടൈമാണ് വീട്ടുകാരോട് പറഞ്ഞ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ട്രിപ്പിനാണ് പോകുന്നേ എന്ന് പറഞ്ഞ് പോകുന്നത് ആദ്യത്തെ ട്രിപ്പാണ്. അതിനു മുന്നേ പോയിട്ടുള്ളതെല്ലാം മറ്റേ PSC കോച്ചിങ് ട്രിപ്പ്, വീട്ടിൽ കള്ളം പറഞ്ഞു പോകുന്നത്, അങ്ങനെയൊക്കെ ഇല്ലേ. ഫ്രണ്ട്സായിട്ട് ട്രിപ്പ് പോയിട്ടില്ലേ? ഫ്രണ്ട്സിനായിട്ട് പോയിട്ട് അത് ട്രിപ്പിനായിട്ട് പോയിരുന്നല്ലോ. ആകെ പോകുന്നത് എന്താ പറയാ, എവിടെയെങ്കിലും പോവുക എന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രിപ്പായിട്ട് പോകും. മൈൻഡ് ഫ്രീ ആയിട്ട് നമ്മൾ ഇനി ഒരു ആരും വിളിക്കുക അങ്ങനെ ശല്യപ്പെടുത്തുക അങ്ങനെയൊന്നും ഇല്ല. ലൈക്ക് വീട്ടുകാർക്ക് അറിയാം നമ്മൾ പോവാണെന്ന്, ഫ്രണ്ട്സിനും ക്ലോസ് ഫ്രണ്ട്സിനും എല്ലാവർക്കും അറിയാം. സോ ഞാൻ അല്ലാതെ ട്രിപ്പ് പോയിട്ടുണ്ട്. എങ്ങനെ? എവിടെ? വീട്ടുകാരുടെ കൂടെ. വീട്ടുകാരോട് ഞാൻ ഓഫ് കോഴ്സ് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നമ്മളൊരു ഫ്രണ്ട്സായിട്ട് അങ്ങനെ ട്രിപ്പായിട്ട് ഞാൻ പോയിട്ടില്ല. ശരിയാ. ഞാൻ ട്രിപ്പ് പോയിട്ടുള്ളത് ലൈക്ക് ഇപ്പൊ ഏതെങ്കിലും മാരേജ്, ആരെങ്കിലും ഒക്കെ മാരേജ് കാണും. മാരേജിന് പോയിട്ട് നമുക്ക് ട്രിപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. കറക്റ്റ്. അപ്പൊ അല്ലാതെ നമ്മള് ട്രിപ്പായിട്ട് പോകുന്ന ഞാൻ ഷോസിന് പോയിട്ടുണ്ട് ഓസ്ട്രേലിയ. അവിടെ അതൊരു ട്രിപ്പ് അല്ല. ആ പർപ്പസ് ഇല്ലാതെ കംപ്ലീറ്റ്ലി നമ്മൾ ഇത് ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഓൺ ട്രിപ്പ്. അങ്ങനെ ഫ്രണ്ട്സ് വൈബായിട്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ പോവാണ്. അതെ. പിന്നെ ഒരു കാര്യം, ഞാൻ മാപ്പ് ഇടും, മാപ്പ് നോക്കരുത്. ശരി, നോക്കുന്നില്ല ഞാൻ. അപ്പഴത്തേക്ക് വ്ലോഗ് എഡിറ്റ് എന്തെങ്കിലും മാപ്പ് നോക്കണം എനിക്ക്. മാപ്പ് നോക്കണം മീൻസ് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോ നീ നോക്കരുത്. അങ്ങനെ അതിവിടെ സ്ഥലം എഴുതി കാണിക്കില്ലേ? അപ്പം ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. നോക്കിയാൽ മതി. ഞാൻ നോക്കുന്നില്ല. മഞ്ഞ്. അപ്പൊ മനസ്സിലായി ഏതോ ഹിൽ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. പുകയല്ല, എനിക്കറിയാം. Look at that. Wow, so beautiful. Yeah. ഇവിടെ ഭയങ്കര മഴയും വെള്ളമൊക്കെയാണ്. ഇതേ സൈഡിലൊക്കെ ഇടിഞ്ഞു വീണു. എന്റെ അമ്മയെല്ലാം കണ്ട തലറിയും വീണു. നമ്മള് പോകുന്ന വഴി കണ്ടൊരു പാലമാണിത്. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. സോ അത് ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ പുതിയ XCV90യിലാണ് ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഈ മൂൺ റൂഫ് ആണിത്. ക്ലൂ തരാൻ പറ്റുമോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ എനിക്ക് പറയാൻ പറ്റില്ലായിരിക്കും. സ്റ്റിൽ ഓഡിയൻസ് ഗസ് ചെയ്യും. 36 പിന്നെ ഇതൊരു സിനിമയിൽ കണ്ട ഒരു വെള്ളച്ചാട്ടം. ഭയങ്കര നൈസ്. എനിക്ക് കൂളിംഗ് ഗ്ലാസ് വേണം. മരം വീണു നടുക്ക്, അതുകൊണ്ട് വണ്ടി ഫുൾ ബ്ലോക്കാണ്.
ഏകദേശം സ്ഥലം എത്താറായോ? എത്ര മണിക്കൂറുണ്ട് ഇനി? ഇനി 1 hour ഉണ്ടോ? പക്ഷെ ഈ സ്ഥലം ഞാൻ കണ്ട് നല്ല പരിചയമുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട് യൂപ്പിൻ കയറുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു അല്ല, ഇത് ഞാൻ മൂന്നാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ മൂന്നാർ വന്നിട്ടുണ്ട്. ഇവിടെ ഈ വഴി ഞാൻ പോയിട്ടുണ്ട്. ഈ വഴി റിപ്പിൾ ടീന്റെ എന്റെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു മൂന്നാർ. ഈ വഴി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ദിസ് ഈസ് മൂന്നാർ. മൂന്നാറാണ് അല്ലേ? പറയൂ, മൂന്നാർ അല്ലേ? എനിക്കറിയില്ലെന്ന്. മൂന്നാറല്ലേ ഇത്? മൂന്നാർ അപ്പൊ മൂന്നാർ. അങ്ങനെ ഞങ്ങള് ആദ്യത്തെ സ്റ്റോപ്പ് ആസ് ഇൻ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഫുഡി ഹെവൻ. എങ്ങനെ ഉണ്ടാവും അറിയില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് മൂന്നാറല്ലേ ഗോക്സ്? അല്ലേ? പറ. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞ 36 എന്ന്. എന്താന്ന് തോന്നുന്നു 36. ഓ മൂന്നാർ. അയ്യേ ശരി. നേരത്തെ മൂന്നാറ് ഇപ്പൊ ക്ലിയർ ആയി. 36. നെക്സ്റ്റ് ക്ലൂ. ഇത് ആക്ച്വലി റിസോർട്ടിന്റെ ഒരു ക്ലൂ ആണ്. ഓക്കേ. ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ റിസോർട്ടാണോ? അങ്ങനത്തെ ഒന്നും. പക്ഷെ ഇത് ഈ റിസോർട്ട് സിനിമയ്ക്കകത്തുണ്ട്. പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട് ഒരു സോങ്ങിലൊക്കെ. ഞാൻ അത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട. അതേത് റിസോർട്ടാ? കണ്ടുപിടിച്ചത് എനിക്കറിയാം. അത്രയൊക്കെ എനിക്കറിയാവുള്ളൂ. പാട്ട് പറഞ്ഞ പിന്നെ മനസ്സിലാവില്ല. ആണോ? വയലറ്റ് വുഡ് റിസോർട്ട്, മൂന്നാർ. അത് റോഡല്ല, അതിതാണ്. അയ്യോ, ഇത് റോഡല്ല. ഇതാണോ എന്നെ കൊണ്ടുവരുന്ന സ്ഥലം? അവിടെ അല്ലേ? പിന്നെ എവിടെയാണ്? ക്ലൂ. ഇനി ആകപ്പാടെ 4 minutes ലെഫ്റ്റ്. അടുത്ത ക്ലൂ. ഹെലികോപ്റ്റർ ലാൻഡിംഗ് അവിടെ. എവിടെയാണ് ഇത്? അറിയില്ല. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഞാനും എന്റെ ഒരു ക്ലാസ്മേറ്റ്, സ്കൂൾ ക്ലാസ്മേറ്റും കൂടെ. പേരെന്താ ക്ലാസ്മേറ്റിന്റെ? പാർവതി നാഗവല്ലി. ഓ, നിങ്ങൾ രണ്ടുപേരും കൂടെയാ? പാർവതിക്ക് സ്ഥലം എങ്ങനെ അറിയാം? പാർവതി ആക്ച്വലി ട്രിപ്പ് പ്ലാനിങ് ആണ്. ഓ, സ്വന്തമായിട്ട് ഒരു കമ്പനി ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഷോക്ക് അടിച്ചിരിക്കും. മരം വീണു. ഇവിടെയൊക്കെ പോസ്റ്റ് എല്ലാം ചെരിഞ്ഞു. ഒന്നിലും കുരുങ്ങാതെ നമ്മൾ പോകണം ഗൈസ്. ഓക്കേ, പ്ലീസ് ഹെൽപ്പ്. ഓക്കേ, ലേ മോൺഫോർട്ട്. ഇതാണ് ഗൂഗിൾ പറഞ്ഞ റിസോർട്ട്. ലേ മോൺഫോർട്ട്. ഇതെവിടെ? അതെവിടെന്ന് ചോദിച്ചാൽ എവിടെയാണ്. അങ്ങനെ ലേ മോൺഫോർട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് കയറാണ്. എന്റെ അമ്മോ, ഇതെന്ത്? മൈ ലോർഡ്, വാവ്, പൊളി. വാവ്.
ഏയ് ആ ശരിയാണ്, തണുപ്പത്തെ പൂളർ അല്ല മറ്റേ ഹീറ്റർ കാണും, ചൂടുള്ളായിരിക്കും. ഇതേ ഒരാൾ നിൽക്കാൻ നോക്കിയാണ്, കണ്ടാ തുണിയില്ലാതെയാണ് നിൽക്കുന്നത്. സ്ട്രോ ആണോ? അവിടെ തന്നെ കൊടുത്തോ? നീ വാങ്ങിച്ചോ? Cheers. Cheers to the new beginning. ഇതെന്താ ശംഖുപുഷ്പമാണോ? ഇതാണ് ഞങ്ങളുടെ റൂം. See this one, this cottage. തണുപ്പുണ്ട് മാറി കാലത്താരെ കുത്തുന്നത്. Wow, very beautiful. നമ്മൾ വന്നത് ഈവനിങ് ടൈം ആയതുകൊണ്ട് ഞങ്ങള് കോഫിയും കട്ടനും നഗറ്റ്സും പഴംപൊരി ഓർഡർ ചെയ്തു. നല്ല ചൂട് നഗറ്റ്സ്, പഴംപൊരി, കോഫി ആൻഡ് മഴ. വൈബ്. Yummy nuggets. പഴംപൊരി പഴം പഴുത്തിട്ടില്ല, പച്ച. നഗറ്റ് സൂപ്പർ. ആക്ച്വലി വാഴയ്ക്കൊപ്പം നിനക്കും നഗറ്റ്സ് എനിക്ക് വരണം. ഇത് നഗറ്റ് പഴംപൊരിയുടെ മൊരികൊള്ളാം. തണുപ്പുമായിട്ട് യൂസ് കാണും. ഇപ്പൊ നമ്മള് ചായയും കോഫിയൊക്കെ കുടിച്ചിട്ട് ഒരു ഈവനിങ് വാക്കിന് പോകുന്നേ. ഇവിടെ ഒരു 26 ഏക്കറോളം ഉണ്ട്. മഴ എന്റെ തലമുടിയിൽ കയറുണ്ടോ? നമ്മൾ കുറച്ച് കയറുന്നത് റിസപ്ഷൻ്റെ ഇതല്ല പറഞ്ഞ വേറെ വഴി അല്ല. അവൻ പറഞ്ഞത് നമ്മൾ റിസപ്ഷൻ്റെ അവിടെ അകത്തോട്ട് കയറുന്നത്. ചേച്ചി എവിടെ പോന്ന? ഇൻഫിനിറ്റി പൂൾ ഇതാണ്. ബട്ട് എന്തുകൊണ്ടാ ഇൻഫിനിറ്റി എന്ന് പേര് വന്നേ? ഇവിടെ നോക്കുമ്പോ നിനക്ക് അപ്പുറത്ത് സൈഡ് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. യാ, അപ്പൊ അങ്ങ് അറ്റെത്തുമ്പോ അല്ലേ? സൂപ്പർ. ഒരു മിനിറ്റ്, തണുപ്പുണ്ടോ നോക്കിക്കോട്ടെ. ഇല്ല, പിടിച്ചു തല. അയ്യേ, നോർമൽ. ഇല്ല, നോർമലാ. നീ നോർമലല്ലേ? ഞാൻ നോർമലാ. ഞങ്ങൾ അങ്ങനെ പീക്ക് പോയിന്റിലെത്തി. ടോപ്പ് പോയിന്റ്. ഫുൾ മഞ്ഞാണ്. നിങ്ങൾ ബാക്കിൽ കാണുന്നല്ലോ, ഉണ്ടോ? ഞാൻ എന്താ കൈ പൊക്കി വെച്ചിരിക്കണം വിചാരിച്ചാൽ വാവ്, ഇതാണ് നമ്മള് താമസിക്കുന്ന റിസോർട്ട്. ഫുൾ മഞ്ഞുകൊണ്ട്. ഇവിടെ ചെറിയൊരു പൂള് കാണാം ബാക്കിൽ. പൂളല്ല, ഒരു ചെറിയ വെള്ളപ്പൊക്കം. ഇത് ആക്ച്വലി അയാളും ഞാനും തമ്മിൽ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. പൃഥ്വിരാജ് ആ സിനിമയിലൊക്കെ ഇരുന്ന ഇതാ അവിടെ ഊഞ്ഞാല്, ഇതാ ഈ ചെയറ്, അത് കണ്ടോ ഗൈസ്? അതവിടെ ടർഫും
വരാണെങ്കിൽ ടർഫും എല്ലാം ഉണ്ട് അവിടെ. പിന്നെ ഇത് പണ്ടത്തെ ബ്രിട്ടീഷ് ടൈമിലുള്ള സ്കൂളായിരുന്നു എന്നാ പറഞ്ഞത്. അതിനെ ഇവര് റിസോർട്ട് ആക്കി എടുത്തതാണ്. Okay, let's go to the room. Yay! Yes. ഇതാണ് നമ്മുടെ റിസോർട്ട്. ആക്ച്വലി ഫ്രണ്ട് വ്യൂ ഭയങ്കര ഭംഗിയുണ്ട് ഇതിന്റെ കാണാൻ. ഇവിടെ ഒരു കുതിരയുണ്ട്, ഇവിടെ ഒരു മരപ്പട്ടിയുണ്ട്, മുടിയും വളർത്തിട്ടുണ്ട്. സോറി, കേക്കണ്ട. അവിടെയാണ് നമ്മളിപ്പോൾ പോയത്. സോറി, അവിടെയും കഴിഞ്ഞു പോണം. ഇപ്പൊ തന്നെ കയറണോ? നാളെ കയറാം. വാവ്. അങ്ങനെ രാത്രി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എണീറ്റ് ബുഫേ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു, നമ്മുടെ നോർമൽ ഇഡ്ഡലി പൂരി അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ലൈവ് ഓംലെറ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡെല്ലാം. ഇഡ്ഡലി വേണം? സാമ്പാർ ഇഡ്ഡലിയുടെ മണ്ടേ കൂടെ എടുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങള് സൈക്ലിങ്ങിന് പോവാൻ പറ്റുമോ? മഴ ഇല്ല, നമുക്ക് പോവാം. മഴ പെയ്തു തുടങ്ങി. എന്തായാലും ലഞ്ച് ടൈം ആയി. ഇപ്പൊ നമ്മൾ നമ്മുടെ കോട്ടേജിൽ നിന്ന് ഇറങ്ങുവാണ്. ലഞ്ചാ? കറങ്ങാൻ കുറച്ച് നേരം. ഇതല്ല, ഒരു കറക്കം കറങ്ങി. നീ ശരിക്കുള്ള കറക്കം കറങ്ങ. അയ്യോ നനയണേ. ഭയങ്കര കെട്ടില്ല വ്യൂ ആണ്. മാങ്ങ സാലഡ്. പേരയ്ക്കയും മാങ്ങ ഇടട്ടെ? ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മള് ഡുപ്പിലിട്ട് മുളകൊക്കെ ഇട്ട് കഴിക്കില്ലേ? ഉള്ളിയും തേങ്ങയൊക്കെ വെച്ചിട്ട് ലഞ്ചിന് നമ്മൾ ഫിഷ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഫിഷ് ബിരിയാണിയുടെ കൂടെ സാലഡും അച്ചാറും പപ്പടം. ഞങ്ങൾ അവിടെ കഴിച്ച ഡിഷസിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ ഫിഷ് ബിരിയാണി. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മളപ്പം സൈക്കിൾ ഓടിക്കാൻ പോവാണ്. ഞാൻ കുറെ നാളായി ഓടിച്ചിട്ട്. നീയോ? അയ്യോ പറഞ്ഞിട്ട് വീഡിയോ കണ്ടറിയാം. അയ്യോ ഇവിടെയൊക്കെ ടെന്റിലുണ്ടോ? പേടിയാവണ. അങ്ങനെ ഞാൻ കൊച്ചിയിലെ സീരിയൽ കുട്ടിച്ചാത്തനിൽ ഞങ്ങൾക്ക് സൈക്കിൾ ഓടിച്ച് വരണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. അതിന് എനിക്ക് തോന്നുന്നു അപ്പോഴൊക്കെയാണ് ഞാൻ ഓടിച്ചത്. പിന്നെ ഓടിച്ചിട്ട് ഉള്ളതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലേ ഇല്ല. പക്ഷെ ശരിക്കും നല്ല രസമായിരുന്നു. ഫുൾ നല്ല തണുപ്പും അതിൻ്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ പോകാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ അവിടെ ഈ ഇൻഡോർ ഗെയിംസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈക്കിൾ ഓടിച്ച് കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ലുഡോ കളിച്ചു, പിന്നെ സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചു,
അവിടെ ചെസ്സൊക്കെ ഉണ്ടായിരുന്നു, അതെനിക്ക് കളിക്കാൻ അറിയില്ല. പിന്നെ ക്യാരംസ് കളിച്ചു, ഞാൻ നല്ല അന്തസ്സായിട്ട് തോറ്റു, ഗോകുല ജയിച്ചു. ഇത് മടക്കി വെക്കണേ കൊട. പോവാന്നാ എന്ത് നീ എന്നെ വീഡിയോ എന്നെ അടിച്ചിട്ടില്ലേ? ചാടങ്ങോട്ട്. അത്ര തണുപ്പൊന്നും കാണില്ല. ഞാൻ വിചാരിച്ച തണുപ്പ് അന്ന് ഇന്നലെ ഇല്ലായിരുന്നു. ഇല്ല, ഭയങ്കര തണുപ്പ് ഉണ്ട്. സീനാണ്. അയ്യോ പറ്റില്ല, വിറയ്ക്കണം. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി ദേ പോണു, ഓടി പോണു. ഇന്ന് എനിക്ക് ഇറങ്ങണ്ടല്ലോ. ആ നാളെ ഇറങ്ങിയത് തന്നെ. We are ready for candlelight dinner. ഇങ്ങനെ കാക്കറത്തി arrange ചെയ്ത surprise candlelight dinner ഞാൻ പോവാണ്. Indoor. നമ്മളൊക്കെ അവരെങ്ങനെ arrange ചെയ്തിരിക്കുന്നത് പോയത്. സത്യം. അപ്പോ നമുക്ക് നേരെ ഡിന്നർ ഡൈനിങ് ടേബിളിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ടേബിളിലേക്ക് കയറാം. അങ്ങനെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ ഞാൻ സിനിമയിലും അല്ലാതെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അത് കൊള്ളാം. ഓ ഫ്ലവറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു. റെഡി റെഡി. ഇത് കഴിക്കാൻ പറ്റുമോ? യെസ്, നൈസ്. ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ. കാക്കറടിക്കാം. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ റെഡിയാണ്. നല്ല അടിപൊളി. ഇത് കുടിക്കാൻ പറ്റുമോ? നമ്മൾ ആദ്യം ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ഈ റൊട്ടിയും പിന്നെ മട്ടൻ റോസ്റ്റും ആയിരുന്നു. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആൻഡ് എവരിതിങ് ഈസ് ഓവർ. നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്യും. നമ്മളെ കാർ പൊട്ടാൻ ചാർജിലിട്ടിരിക്കുകയാണ്. സോ നാളെ ഒരു 11 12 ചെക്കൗട്ട് ആൻഡ് സ്ട്രൈറ്റ് ടു സ്ഥലത്തിന്റെ പേര് പറയാൻ കോതമംഗലം ഇൻടു ദ റൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു കൊള്ളാം, അത്യാവശ്യം നല്ല വൈബുള്ള സ്ഥലമാണ്. പോയി നോക്കാം. ആൻഡ് ഗൈസ്, എന്റെ ഈ ഔട്ട്ഫിറ്റ് ഇസ് ഫ്രം പാർഷ. പാർഷന്നാണ് എനിക്ക് ചേച്ചി തന്ന വെഡിങ് ഗിഫ്റ്റ് ആണ് ഫ്രം പാർഷ. വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ട് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ്. അതെ, ഇന്നത്തെ ഡേറ്റിന് ഇത് ഇട്ടോണം വന്നു. ഗൈസ്, സോ ഡേ 3 നമുക്ക് കാണാം. ഇന്ന് ഡേ 2 അല്ലേ? 2 ദിവസം നമ്മൾ ലെയ്മൗണ്ട് ഫോർട്ടിലായിരുന്നു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, വൈബ് ഇഷ്ടപ്പെട്ടു. ഇന്നലത്തെക്കാട്ടിലും മഴ കുറവായിരുന്നു. അതുകൊണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കാൻ, സൈക്കിളോട്ടാനൊക്കെ പറ്റും. കണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം നാളെ കാണാം. ബൈ ബൈ ബൈ.